ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ വചനത്തിലേക്ക് വരും. ഇന്ന് ജെറമ്യാ പ്രവചനവ മാനസാന്തരത്തിന്റെ വചനവ കർത്താവ് തരുന്നത്. കുറച്ച് 17-ാം അധ്യായം 7-ാം വാക്യം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ. Hallelujah. Blessed is the one who trusts in the Lord. Blessed is the one who trusts in the Lord. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അത്രയും മതി. തലകുത്തി പറയണ്ട. കർത്താവിൽ ആശ്രയിക്കാൻ പറ്റുമോ? 100. ഹല്ലേലൂയ. 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 അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. He will come. അവൻ വരും ഈ പ്രശ്നത്തിലേക്ക്. അവൻ ഈ കാര്യത്തിൽ ഇടപെടും. അവന്റെ പ്രത്യാശ അവൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ഈ കുർബാന, ചൊവ്വാഴ്ചകള്, നമ്മുടെ ഞായറാഴ്ചകള്, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ, വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. നീ ചൊല്ലിക്കൊടുത്ത ജപമാലകള്, ചൊല്ലിക്കൊടുത്ത നൊവേനകള്, വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ഹല്ലേലൂയ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെ, one who trusts in the Lord is planted by the riverside. അപ്പുറത്ത് എവിടെയും കൊണ്ട് നടന്ന കടലിനതുകൊണ്ട് നടാൻ പറ്റുമോ? നിന്നെ ദൈവത്തിന് നടാൻ പറ്റുന്ന ഏറ്റവും ഇടം ഒരിക്കലും പറ്റാത്ത നീരുള്ള ഒരു അരുവിയുടെ തീരത്ത് തമ്പുരാൻ കർത്താവ് നിന്നെ നട്ടിരിക്കുന്നു. അവളത് ആലോചിച്ച് നോക്കിയത് എന്തൊക്കെയാ പറയുന്നത്. ഈ നീരെന്താ? അത് പരിശുദ്ധാത്മാവാ. ഈ നീരെന്താ? അത് ദൈവത്തിന്റെ വചനവാ. ഈ നീരെന്താ? അത് ദൈവത്തിന്റെ കാരുണ്യവാ. ഈ നീരെന്താ? അത് ദൈവത്തിന്റെ സ്നേഹവാ. ഹല്ലേലൂയ. 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 രാവിലെ സാക്ഷ്യം പറഞ്ഞ കുടുംബം അത്ഭുതമായിരുന്നു. മക്കളില്ല. എന്നെ കല്യാണം കഴിഞ്ഞ് 4 വർഷം അവർ പ്രാർത്ഥിക്കാൻ വന്ന പരിശുദ്ധാത്മാവ് വെളിപാട് കൊടുത്തു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്കുകൾ ദിവസം വായിച്ചോളാൻ പറഞ്ഞു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ മംഗളവാർത്തയ വിഷയം. അവിടെ മുതലങ്ങ് വായിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവരേകദേശം 1 കൊല്ലക്കാലം വായിച്ചു. കുഞ്ഞ് വിദേശത്താണ്. അതുകൊണ്ട് കൊച്ചാണാണോ പെണ്ണാണോ എന്നറിയാം. ആൺകുട്ടിയാണ്. അവർ പേരിട്ട് ലൂക്ക. അവർ വായിച്ച സുവിശേഷം ലൂക്കാസ് വിശേഷം. അവർ കൊച്ചിന് പേരിട്ടു ലൂക്ക. 2 മാസം അവർ കൊച്ചിനെ അറിയാവുന്ന 2 മാസം മുമ്പ് കൊച്ചിന് ലൂക്ക എന്ന് പേരിട്ടു. സുവിശേഷം ലൂക്കാസ് വിശേഷം. കൊച്ചിന് 17-ാം തീയതി, ഒക്ടോബർ 17-ാം തീയതി അവൾക്ക് പ്രസവവേദനയായി ആശുപത്രി കയറ്റി. കുഞ്ഞ് ജനിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം ഭയങ്കര വിഷമത്തില്ല. 18-ാം തീയതി വെളുപ്പിന് 1 മണിയോടുകൂടി കുഞ്ഞ് ജനിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ദിവസമാണ് ഈ കൊച്ചു ലൂക്ക ജനിച്ചത്. വിശ്വസിക്കുന്ന ഒരു കുടുംബമാണെന്ന് ഓർത്തോടെ. വിശ്വസിക്കുന്നവൻ വിസ്മയം കൊണ്ട് നിൽക്കും. ഹല്ലേലൂയ. അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ഇവരിന്ന് കൂട്ടി പറയുക, ചേർത്ത് വായിക്കുമ്പോഴേ ദൈവത്തെ നീ വായിക്കുന്ന ഒരു വചനം പോലും വെറുതെ ആവില്ല. ഹല്ലേലൂയ. 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 ഇതൊക്കെ ആര് പറഞ്ഞ് വിശ്വസിക്കും? റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്യേണ്ട സാക്ഷ്യമായിരുന്നു. മക്കളില്ലാതെ വചനം കിട്ടി. പരിശുദ്ധാത്മാവ് ആദ്യം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. കൊച്ചിനിട്ട പേര് ലൂക്ക. കൊച്ചി ജനിക്കുന്ന ലൂക്കായുടെ തിരുനാൾ ദിവസത്തിൽ ലൂക്ക ആന്റൺ ബെനറ്റ്. അന്തോണിസ് പുണ്യാളം കൊടുത്തത്. അതുകൊണ്ട് ആന്റൺ എന്നുള്ള പേരും കൂടെ അങ്ങോട്ട് ചേർത്തു. ലൂക്ക ആന്റൺ ബെനറ്റ് കൊച്ചിന്റെ പേര്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Wait for the miracle of the Lord. Wait for the wonder of the Lord.
കർത്താവിന്റെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആറ്റുതീരത്ത് നടപ്പെട്ട മരം പോലെയാണ് അത്, വെള്ളത്തിലേക്ക് വേര് ഊന്നിയിരിക്കുന്നു. ഞങ്ങളെ വേറെ ഒന്നും വേണ്ട, നിന്റെ പണം കൊണ്ടൊന്നും ഉപകരിക്കാൻ പോകുന്നില്ല കേട്ടോ. നിന്റെ പണം കൊണ്ടൊന്നും ഉപകരിക്കാൻ പോകുന്നില്ല. ഇത്തിരി കഞ്ഞി കുടിക്കാൻ പറ്റിയ ഭാഗ്യമെന്ന് പറയുന്നൊരു നാളുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഒരിച്ചിരി കഞ്ഞിയുള്ള, കാരണം ഷുഗർ അങ്ങേ അറ്റത്ത് നിൽക്കുക, ഒന്നും കഴിക്കാൻ പറ്റാത്ത ഇച്ചിരി കഞ്ഞിയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഒരാടിനെ നിർത്തിപ്പൊരിച്ച് കഴിക്കാൻ പറ്റുന്ന കാലത്ത് ഒരു തുള്ളി കഞ്ഞിവെള്ളം കിട്ടിയിരുന്ന് ആഗ്രഹിക്കുക. പണമില്ലാഞ്ഞിട്ടല്ല, രോഗം കാരണം. ഉള്ള മക്കളെ, ഈ ഓടുന്നതൊക്കെ വെറുതെയാ മക്കളെ. മുകളിലോട്ട് നോക്കിയിരുന്ന വല്ല ഗുണം കിട്ടും. മുകളിലോട്ട് നോക്കി ജീവിതത്തെ ക്രമീകരിച്ചതിലും ഗുണം കിട്ടും. അല്ലെങ്കിൽ ഓടുന്നതൊക്കെ വെറുതെയാണ്. ഹല്ലേലൂയ. അത് അല്പം കൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റണം മക്കളെ. എനിക്കൊന്നുമില്ല, സങ്കടപ്പെടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ആരും പ്രാർത്ഥിക്കില്ല, പണത്തിന് വേണ്ടിയൊന്നും ആരും പ്രാർത്ഥിക്കില്ല മക്കളെ. പണം പിശാചാണെന്നും കൂടെ പറയുമ്പോഴത്തേക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കില്ല. പണത്തിന് വേണ്ടി കർത്താവ് ഇടപെടും. ദൈവമേ, നീ എന്നിൽ വന്ന് നിറയണമേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. അതിനപ്പോൾ അതൊരു പ്രാർത്ഥന പാടില്ല മക്കളെ. ആ പ്രാർത്ഥന, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം ഓടിച്ചാക്കപ്പെടും. ഹല്ലേലൂയ. Everything else will be added to you. ബാക്കിയെല്ലാം കിട്ടും മകൾ. വിശ്വസിച്ചോ ദൈവങ്ങൾ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വെള്ളത്തിലേക്ക് വേരി വന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നത്. ഈ വർഷം വലിയ വേനൽ വരാൻ പോവാന്നാ പറയുന്നത്. വേനലിന് ഭയമില്ല, വേനലിന് ഭയപ്പെടില്ല, വേനലിന് ഭയമില്ല. ഒരു സീസണുമല്ല എന്നെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഒരു സീസണുമല്ല എൻ്റെ ജീവിതം നിശ്ചയിക്കാൻ പോകുന്നത്. അത് വേനൽക്കാലമാകും, മഞ്ഞുകാലമാകും, മഴക്കാലമാകും. ഞാൻ കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടുണ്ടാവും. ഹല്ലേലൂയ. അവരുടെ കിണറ് പറ്റും, പക്ഷെ എൻ്റെ കിണറ് പറ്റത്തില്ല. എൻ്റെ കിണറ് പറ്റത്തില്ല. മിണ്ടാതിരുന്നു, അപ്പം പറ്റിക്കോളും കിണറെല്ലാം കൂടെ. ഹല്ലേലൂയ. ഒരു ധൈര്യം മക്കളെ. അത് വേണമെങ്കിൽ ദാർഷ്ട്യം എന്നൊക്കെ പറഞ്ഞു, ഒരു ആത്മീയ ദാർഷ്ട്യം, അഹങ്കാരമല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഒരു ഭയങ്കര ബോധ്യമാണ്, ഒരു ഭയങ്കര ബോധ്യം. കർത്താവിനെ വിട്ടൊരിടത്തില്ല, അവന്റെ കാലിൽ എഴുന്നേക്കുന്ന വിഷയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, വേനൽക്കാലം വന്നാൽ എല്ലായിടത്തും വെള്ളം പറ്റും. പക്ഷെ നിങ്ങളുടെ കിണറ്റിൽ എന്താ വെള്ളം പറ്റാത്ത? നിങ്ങളുടെ കിണറ്റിൽ എന്താ വെള്ളം പറ്റാത്ത? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാ. എന്നും ഹല്ലേലൂയ സ്തോത്രം, എന്നും ഹല്ലേലൂയ സ്തോത്രം. സങ്കടം വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, സന്തോഷം വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, രോഗം വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ആരോഗ്യമാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, 100-ൽ 100 കിട്ടിയാലും ഹല്ലേലൂയ സ്തോത്രം, 100-ൽ 0 കിട്ടിയാലും ഹല്ലേലൂയ സ്തോത്രം. അവളെ ദൈവം അവിടെ നിൽക്കുക. രാവിലെ കൊച്ച് അവൻ്റെ സാക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി. അവന് അമേരിക്ക കമ്പനി ജോലി കിട്ടി. അവസാനത്തെ ഭാഗ്യം ആദ്യം പറഞ്ഞിട്ട് തുടക്കം പറയാമല്ലോ. അവന് ജോലി കിട്ടാതിരിക്കുമ്പോൾ അവൻ പറയാ, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടും, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് കിട്ടിയാൽ മതി. അവരെ പള്ളിക്ക് ആകാത്തൊരുത്തനാ. അവരുടെ കഥയിൽ പറയുന്നത്, അമ്മ പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിലെ ദൈവം നിനക്ക് വിജയം തരും. ആകപ്പാടെ അറ്റവും മൂലയില്ലാത്ത ഒരു ദൈവവചനം മാത്രം അവനറിയാം. അമ്മ പറഞ്ഞു കൊടുത്തതാ, ഇവന്റെ മരുന്നതാ. അമ്മമാരെ മക്കൾക്ക് ഒരു വചനം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ മക്കൾക്കൊരു വചനം പറഞ്ഞു കൊടുക്കുക. അപ്പന്മാരെ നിങ്ങൾ മക്കൾക്കൊരു വചനം പറഞ്ഞു കൊടുക്കുക. അവനാ വചനം പറഞ്ഞു കയറുമായിരുന്നു. പള്ളി പോകാൻ ബുദ്ധിമുട്ടാവന്, പ്രാർത്ഥിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാവന്. പക്ഷെ ആ കൊച്ചു പറഞ്ഞു, അവൻ വചനം പറഞ്ഞു കയറില്ല. അമ്മ പഠിപ്പിച്ചൊരു വചനം പറഞ്ഞ് അവൻ കയറിക്കൊണ്ട്. ഹല്ലേലൂയ. അവന് ജോലി കിട്ടിയില്ല. കമ്പനി പറഞ്ഞു നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന്. പിന്നീട് അതേ കമ്പനി ഇവനെ തേടി വരിക. അവനെ തള്ളിക്കളഞ്ഞ അതേ കമ്പനി അവന്റെ പിന്നാലെ വന്നിട്ട് ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥരാക്കി അവനെ മാറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൈവിട്ടു പോയതല്ല മക്കളെ, ഒന്നും നഷ്ടപ്പെട്ടു പോയതുമല്ല. ഒരനുഗ്രഹമാക്കാൻ വേണ്ടി കർത്താവ് ഡിലേ ചെയ്യുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. വേനൽക്കാലമല്ല, വരൾച്ച എന്ന് പറയും. വേനൽക്കാലമുണ്ട്, ചൂടുകാലം. വരൾച്ച എന്ന് പറഞ്ഞൊരു കാലമുണ്ട്, ഭൂമിയിൽ വെള്ളമില്ലാത്തൊരു കാലം.
അന്നും ഈ ചെടിക്ക് ഭയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും നമ്മുടെ അല്ലല്ലോ. മഴക്കാലത്ത് നനച്ചതും നമ്മളല്ല, ഇപ്പൊ വേനൽക്കാലത്ത് നനയ്ക്കുന്നതും അവൻ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഉത്കണ്ഠയില്ല. എന്ത് ആങ്സൈറ്റിയാ മനുഷ്യർക്ക്, ഡിപ്രഷനായി ഇന്ന് മനുഷ്യർക്ക്. വെയിറ്റ് കാത്തിരുന്നു, ഒരു അനുഗ്രഹം വരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഫലം നൽകിക്കൊണ്ട് വെറുതെ നിൽക്കുന്നല്ല, ഫലം നൽകിക്കൊണ്ടിരിക്കും. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, ദൈവിക ഫലങ്ങൾ സമൃദ്ധമായിട്ട് പുറപ്പെടുവിച്ച് നിൽക്കുന്ന ഒരു ദൈവമരമാക്കി കർത്താവ് നിന്നെ മാറ്റുന്നു. ഹല്ലേലൂയ. നനഞ്ഞു നിൽക്കുക, എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും കൈയടിച്ചു പാട്ടാ, എപ്പോഴും കൈയടിച്ചു പാട്ടാ അവിടെ, എപ്പോഴും കൈ ഉയർത്തി സ്തുതിപ്പാ അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ പ്രാർത്ഥിച്ച മക്കളെ, നമ്മൾ ഇച്ചിരി ഉണരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ അല്പം കൂടെ ഉണരാനുണ്ട് മക്കളെ. ഒന്ന് കൈവക്കാൻ പറഞ്ഞാൽ പോലും പകുതി പേര് കൈവക്കാറില്ല. അല്ലെ ഒന്ന് കൈയടിച്ച് പാടാതെ പറഞ്ഞാൽ നമുക്ക് കൈയടിച്ചാൽ അത് ബന്ധുക്കോസ് എന്ന് പറഞ്ഞാൽ എന്നാ, പെന്തക്കോസ് നമ്മുടെയാണ്. ബന്ധുക്കോസ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താനൊന്നും ആരും പോയേക്കല്ലേ. ബന്ധക്കോസ് നമ്മുടെ ഹൃദയത്തിന്റെ പേരാ ബന്ധക്കോസ്. നാണമില്ല, വിവരമില്ലെന്ന് വർത്താനം പറയാനായിട്ട്. കൊച്ചെ, നീ ബേസിക്കലി യു ആർ പെന്തക്കോസ്റ്റ്. ഒരു പെന്തക്കോസ്ത് അനുഭവം നീ. നിന്റെ പൗരോഹിത്യ ഒരു പെന്തക്കോസ്ത് അനുഭവം. ധാരാണ്ടൊക്കെ പെന്തക്കോസ്തക്കാരെന്ന് വിളിച്ചിട്ട് പിന്നെ പേടിയാ. ദൈവമക്കൾക്ക് ഭയമില്ലെന്ന്. ദൈവമക്കൾക്ക് ഭയമില്ല. നീ നിരന്തരം ആനന്ദിക്കണം, നീ നിരന്തരം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന കുറച്ച് സ്തുതിക്കണം മക്കളെ. കൊച്ചുങ്ങളൊക്കെ കുഞ്ഞു പ്രായത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കൊച്ചുങ്ങളെ. ഒരിക്കലും അവന്റെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല പ്രാർത്ഥന. ആ സ്തുതി ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. നിങ്ങൾ ഈ കണക്കും സയൻസും കമ്പ്യൂട്ടറും ഒക്കെ പഠിപ്പിക്കുന്നത് കുറച്ച് പ്രാർത്ഥന പഠിപ്പിക്കുക ആദ്യം കൊച്ചുങ്ങളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് നിരന്തരം ഫലം നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനൊരു വ്യത്യാസമുണ്ട് മക്കളെ. ആ അമ്മ പറയുകയായിരുന്നു, അവരുടെ മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പം പിന്നെ അവർ തീരുമാനം, പള്ളി വരുമ്പോൾ ആ പ്രധാന കവാടത്തിൽ സാഷ്ടാംഗം പ്രണമിക്കും. കമന്ന് വീഴോടെ, കമന്ന് വീണ് തോറ്റ് കിടക്കുക. പള്ളിയുടെ വാതിൽ തോറ്റ് കമന്ന് വീഴും. ദൈവമക്കളെ, ആൾത്താരയിൽ എഴുന്നു നിന്ന് കർത്താവിന് മഹത്വം കൊടുക്കാനുള്ള വരവാ കർത്താവ് ആ അമ്മയ്ക്ക്. ഹല്ലേലൂയ. നീ ഒന്ന് കമന്ന് വീണ് നോക്ക്, നീ ഒന്ന് കമന്ന് വീണ് നോക്ക്. എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു അഭിഷേകം കർത്താവ് നിനക്ക് തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാ. കർത്താവ് ഒരു വിഷയത്തിലേക്ക് വരിക. നിന്റെ ഹൃദയം എന്താണ്? ചുമ്മാ ചിരിച്ചിട്ട് കാര്യമില്ല, ഹൃദയം കൊണ്ട് ചിരിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. ഹൃദയം കൊണ്ട് പുഞ്ചിരിക്കണം, ഹൃദയം കൊണ്ട് സംസാരിക്കണം. ഹൃദയത്തിൽ നിന്നായിരിക്കണം ജീവിതം മുഴുവൻ. കള്ളത്തരവും കുനിഷ്ടും കാപട്യവും എല്ലാം ചങ്കിനകത്തോളം ചോദിച്ചിട്ട് പിന്നെ ഹല്ലേലൂയ പറയാൻ നിൽക്കല്ല. ഹൃദയത്തില് അങ്ങനെ നിൽക്കുമ്പോൾ തോപ്പിക്കട്ടെ നമ്മളെ കുറച്ച് പേര് നമ്മളെ കളിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ബുദ്ധിമാനൊന്നും ആകട്ടെ മക്കളെ. ഈ ഭൂമിയിലെ ബുദ്ധിമാന്മാര് സ്വർഗത്തിന്റെ മണ്ടന്മാരാ. ഈ ഭൂമിയിലെ മണ്ടന്മാര് സ്വർഗത്തിലെ ബുദ്ധിമാന്മാരാ. ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ടതേ, ഒരുപാട് തൂക്കടൊന്നും ആകണ്ട, വളഞ്ഞ വഴിയൊന്നും വേണ്ട. എല്ലാം ഒന്നും മനസ്സിലാക്കണ്ട മക്കളെ, എല്ലാം ഒന്നും മനസ്സിലാക്കണ്ട. Be simple, be humble. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ അറിവും കഴിവും പ്രാഗൽഭ്യമൊന്നും വേണ്ട മക്കളെ. ദൈവത്തിന്റെ മുമ്പിൽ അമ്മ പറഞ്ഞല്ലേ, അമ്മ എന്താ അതിന്റെ തിയോളജി അറിയില്ല. പള്ളിയുടെ മുമ്പിൽ ആനവാതൊക്കെ കമന്നടിച്ചു വീഴും. നാട്ടുകാർ നോക്കി ചിരിക്കും. ഇത്രയും നാളും ചേട്ടത്തേക്ക് കുഴപ്പമില്ല, ഇപ്പം ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നേ. അവർ ഏറ്റവും വലിയ ബുദ്ധിമതിയായി തീർന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ മകൾക്ക് ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കുക. ഹല്ലേലൂയ,
അവര് പറഞ്ഞു ഇനി ഞാൻ ഈ പള്ളിയിൽ കയറുമ്പോൾ നേരെ കയറി വരണമെങ്കിൽ എൻ്റെ മകൾ പ്രസവിച്ചിരിക്കണം, എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം, എൻ്റെ കയ്യിൽ പിടിക്കാൻ ഒരു പേരക്കിടാമെന്ന് എനിക്ക് കിട്ടണം. ഹല്ലേലൂയ. നമ്മളുടെ ഹൃദയം മറ്റൊന്ന്. നമുക്ക് ഈ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കാം. പ്രത്യേകിച്ച് നിനിവേ നോമ്പിൻ്റെ കാലം, 3 നോമ്പിൻ്റെ ദിവസങ്ങളല്ലേ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയം, ഒരു സന്യാസിനി എന്ന നിലയിൽ കുഞ്ഞെ നിന്റെ ഹൃദയം, ഒരപ്പൻ, ഒരമ്മ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു യുവാവ്, ഒരു യുവതി, ഒന്ന് ഹൃദയം ഒന്ന് പരിശോധിച്ചു. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന കർത്താവ് പറയണേ. ഹല്ലേലൂയ. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. ശോചനീയമാംവിധം ചീഞ്ഞു കിടക്കുക. ചീഞ്ഞ ഹൃദയം, ഒരു ചീഞ്ഞ ഹൃദയമാണോ നിന്റെ ഹൃദയം? ദുഃഖത്തെ ഉണ്ടാക്കുന്ന വെറുപ്പ്, അറപ്പ്, നമ്മൾ ചിന്തിച്ച ചീഞ്ഞ ഹൃദയമാണോ? ഹല്ലേലൂയ. ഇന്നലെ പ്രാർത്ഥിക്കാൻ വന്നു. ഹാർട്ടിൽ ക്യാൻസർ, ഹാർട്ടിന് ക്യാൻസർ കേട്ടിട്ടുണ്ടത്? എന്നാ ചെയ്യാനാ? ഹല്ലേലൂയ. സത്യത്തിൽ ഹാർട്ടിന്റെ ക്യാൻസറായി, ശോചനീയമാകുക. നമ്മൾ അല്പം കൂടെ ജനർസാവ്, അല്പം കൂടെ കാരുണ്യം, അല്പം കൂടെ അവധി. വെട്ടിച്ചും വഞ്ചിച്ചും തട്ടിച്ചും അങ്ങനെയൊക്കെ പോകല്ലേ. അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വല്ലാത്തൊരു പതനം ഉണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഓർത്തു. നീ എന്നാ കോലം കെട്ടിയെന്ന് പറഞ്ഞാലും ശരി, കർത്താവിന് നിന്റെ മനസ്സറിയാം. ഇത് മെഷർ ഓഫ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസത്തിന് അളവൊക്കെ ദൈവത്തിന്റെ കയ്യിലുണ്ട് മക്കളെ. നമ്മുടെ ഓരോരുത്തരെ, നിങ്ങളുടെ എന്ന് പറയാം, നമ്മുടെ അവനറിയാം. ഈ വിളിക്കുന്ന ഹല്ലേലൂയയ്ക്ക് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന്, ഈ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എന്തുമാത്രം ഹൃദയത്തിൽ നിന്നുള്ളതാണ്. രാവിലെ ഒരു അച്ഛൻ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു വിമലേരിയിൽ. അച്ഛൻ പറഞ്ഞൊരു വാക്യം എന്നെ ഞെട്ടിച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു ദിവസം പോലും കരയാതെ ഈ ആൾത്താരിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവാറില്ല. ഒരു തുള്ളി കണ്ണീരെങ്കിലും ഈ ആൾത്താരിൽ വീഴാതെ ഞാൻ എഴുന്നേറ്റ് ഇവിടുന്ന് പോകാറില്ല. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാ മക്കളെ. എനിക്ക് മുഴുവൻ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അച്ഛൻ പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലാവും, അച്ഛനും അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. അച്ഛൻ പറയാമല്ലോ, കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ടത്. അച്ഛനപ്പം കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ടെന്ന് നിലവിളിക്കും. സാഹന്മാരായിട്ട് കയ്യും കെട്ടിയിരുന്ന സാഹന്മാരായിട്ട് ശമ്പളവും വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും. പിശാചിന്റെ ശമ്പളം. ദൈവം തരുന്ന അഭിഷേകം വാങ്ങിക്കണമെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിച്ച് നീ പ്രാർത്ഥിച്ചിട്ട് പോകും. ഇന്നത്തെ ദിവസം കുഞ്ഞ് നീ അനുഗ്രഹം പ്രാപിക്കാൻ പോവുക. കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്തു. ഹി വിൽ ടെസ്റ്റ്. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. SLC പരീക്ഷ എഴുതിയാലേ +1 പോകാൻ പറ്റത്തുള്ളൂ. +1 പരീക്ഷ എഴുതിയാലേ +2 പോകാൻ പറ്റത്തുള്ളൂ. എൻട്രൻസ് പരീക്ഷ എഴുതിയാലേ MBBS പോകാൻ പറ്റത്തുള്ളൂ. MBBS ഫസ്റ്റ് ഇയർ പാസ്സായാലേ സെക്കൻഡ് ഇയറിൽ പോകാൻ പറ്റത്തുള്ളൂ. ഫൈനൽ ഇയറും കഴിഞ്ഞ് ഹൗസ് സർജൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും രോഗിയുടെ അദ്ദേഹത്തോട് കൈവെക്കാൻ പറ്റത്തുള്ളൂ. പരീക്ഷകൾ നിന്നെ പ്രബലനാക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷകൾ നിന്നെ ശക്തനാക്കാനായിട്ടാണ്. പരീക്ഷകൾ നിന്നെ യോഗ്യനാക്കാൻ വേണ്ടിയിട്ടാണ്. ഭയപ്പെടേണ്ട മക്കളെ, എന്ത് പരീക്ഷ ആയിക്കൊള്ളാട്ടെ. ഇത് പരീക്ഷ, ഇത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് ജീവിതത്തിൽ ഓരോ പ്രശ്നത്തെ കണ്ടു. ഇത് +2 പരീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ കണ്ടു. ഇത് എൻട്രൻസ് എക്സാം ആണെന്നല്ലേ. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇതൊരു എൻട്രൻസ് എക്സാം ആണ്. ഐ ഹാവ് ടു പാസ് ദിസ് എക്സാം എന്ന് തീരുമാനം എടുത്തു. ജീവിതത്തിൽ എന്തോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വിഷയം. ഈ ആഴ്ച ബയോപ്സിയുടെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ഒരു കുഞ്ഞിനോടായിരിക്കും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 10-40 വയസ്സായിട്ട് കല്യാണം നടക്കാത്തൊരു മകളോടായിരിക്കും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആഴ്ച ഈ 31-ാം തീയതിക്ക് മുമ്പിലെ പണമടച്ചില്ലെങ്കിൽ വീട് ജപ്തിയിലായി എല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കുടുംബത്തോടായിരിക്കും അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരു പരീക്ഷണമാണ് മക്കളെ, ഇതൊരു പരീക്ഷമാണ്. ദിസ് ഇസ് an examination, this is a test. ഇത് നീ ജയിക്കണം. ഇത് ജയിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ഒരു സ്ഥാനക്കയറ്റമുണ്ട്. ഇത് ജയിച്ചാൽ നിനക്ക് കിട്ടാവുന്ന ഒരു അഭിഷേക കയറ്റമുണ്ട്. ഇത് ജയിച്ചാൽ നിനക്ക് കിട്ടാൻ പറ്റുന്ന ഒരു അനുഗ്രഹ കയറ്റമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും
മുറി അടച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ആരും കാണില്ല എന്ന് വിചാരിക്കരുത്. മുറി അടച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ആരും കാണില്ല എന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തികൾക്കും കർത്താവുണ്ട് മക്കളെ. എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാൻ പറ്റും. ഒരു നല്ല പുണ്യാളനായിട്ട് അച്ഛനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ അഭിനയങ്ങൾ ഇല്ലാത്ത ഒരു ലോകം കാണുന്നൊരു ദൈവമുണ്ട്. ചിലപ്പോൾ ധ്യാനിപ്പിക്കാൻ പറയാറുണ്ട്. അച്ഛൻ്റെ ധ്യാന പ്രസംഗവും കഴിഞ്ഞ് അച്ഛൻ ചെന്ന് അച്ഛൻ്റെ മുറിയിൽ കയറിയിട്ട് അച്ഛൻ കിടന്നുറങ്ങുമ്പോൾ അപ്പോഴാണ് അച്ഛൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ആരും കാണില്ല എന്ന് കരുതുന്ന അച്ഛൻ്റെ മുറിയിൽ അച്ഛൻ കയറി വാതിലടച്ചു കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ വിശുദ്ധ ജീവിതമാണോ അശുദ്ധ ജീവിതമാണോ അത് ആരംഭിക്കാൻ പോകുന്നത്. ആൾത്താരയിലൊന്നും ആരും വിശുദ്ധ ജീവിതം അശുദ്ധ ജീവിതം ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രസംഗം ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മക്കളെ. പക്ഷെ മുറിക്കകത്ത് കയറിയിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അത് ദൈവമാ കാണുന്നത്. അവിടെയാണ് എനിക്ക് വിലയിടുന്നത് ദൈവം. ജനസമൂഹത്തിൽ നിന്ന് എനിക്ക് ദൈവത്തെ സ്തുതിക്കാം. പക്ഷെ എന്നെ ചാപ്പലിനകത്ത് കയറി വാതിലടിച്ച് ഞാൻ ഒറ്റയ്ക്കിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് എനിക്ക് അഭിഷേകം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ. പക്ഷേ ഞാനും എൻ്റെ കർത്താവും ഒറ്റയ്ക്കാകുന്ന എൻ്റെ പേഴ്സണൽ ചാപ്പലിൽ അവിടെ എൻ്റെ ദൈവം എൻ്റെ വിശ്വാസത്തെ തിരിച്ചറിയും, എൻ്റെ ദൈവാനുഭവത്തെ തിരിച്ചറിയും. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു വാതിലടിച്ച് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. 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 ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് പ്രതിഫലം ഞാൻ നൽകും. ദൈവമക്കൾ എഴുന്നേറ്റോ, ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് അത്ഭുതകരമായ ഒരു അഭിഷേകത്തിന് വേണ്ടി ദൈവം നമ്മളെ എളിമപ്പെടുത്തട്ടെ. അല്പം കൂടെ ദൈവത്തിന്റെ മുമ്പിൽ കൊച്ചു കുഞ്ഞിനെ പോലെ നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. ചിന്തകൾ സമർപ്പിച്ച മക്കളെ, ആകുലതകൾ സമർപ്പിച്ച്, വേദനകൾ സമർപ്പിച്ച്, സങ്കടങ്ങൾ സമർപ്പിച്ച്, സ്വപ്നങ്ങൾ സമർപ്പിച്ച്, നിന്റെ പ്രാർത്ഥനകൾ സമർപ്പിച്ച്, ആറ്റുതീരത്ത് നടപ്പെട്ട ഒരിക്കലും വാടിപ്പോകാത്ത ഇല കൊഴിയാത്ത നിരന്തരം ഫലം ലഭിക്കുന്ന ഒരു ചെടിയാകണം നീ എന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഇല കൊഴിഞ്ഞു പോയെങ്കിൽ വാടിപ്പോയെങ്കിൽ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ